കാനഡ IRCCയുടെ കണക്ക് പ്രകാരം 2024 50,000 സ്റ്റുഡൻസിനെയാണ് മിസ്സിംഗ് അയക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും 1000-10,000 കണക്കിന് കുട്ടികളാണ് കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നത്. പുതിയൊരു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കിട്ടും, പുതിയൊരു രാജ്യത്തെ എക്സ്പോഷർ കിട്ടും, അതിനുശേഷം വർക്ക് പെർമിറ്റ്, PR, പുതിയ രാജ്യത്തെ സിറ്റിസൺഷിപ്പ്, ഇങ്ങനെ പലതും മോഹിച്ചിട്ട് പലരും ഇവിടെ കാനഡയിൽ വന്നിട്ടുണ്ട്. അത് 2000-ലും 2010-ലും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 2020-ന് ശേഷം സ്റ്റുഡൻസിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു കാനഡയിലേക്ക് ഉണ്ടായിരുന്നത്, മെയിൻലി ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, 2023 കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഏജൻസി മാത്രം 8,000 സ്റ്റുഡൻസിനെയാണ് കാനഡയിലേക്ക് വിട്ടത്. 2000-ലും 2010-ലും ഒക്കെ ഇന്ത്യൻ സ്റ്റുഡൻസ് കാനഡയിലേക്ക് പഠിക്കാൻ വരികയുണ്ടായി. പക്ഷേ അതൊന്നും വലിയ ന്യൂസ് ശ്രദ്ധിക്കുന്ന രീതിയിൽ ഉള്ളൊരു കുത്തൊഴുക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളാരും അങ്ങനത്തെ ആൾക്കാർ വന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ വന്നിട്ടുള്ള പലരും കാനഡയിലെ PR എടുക്കുകയും സിറ്റിസൺ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ തന്നെ ചിലർക്ക് തണുപ്പ് ഇഷ്ടപ്പെടാതെയും അല്ലെങ്കിൽ കാനഡ എന്ന രാജ്യത്തെ ഇഷ്ടപ്പെടാതെ തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ടാവും. പക്ഷേ 2020-ന് ശേഷം ഒരു വലിയൊരു മാറ്റമാണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ചത്. അത് പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം വളരെയധികം സ്റ്റുഡൻസ് കാനഡയിലേക്ക് വരികയുണ്ടായി. വെറും 5 ലക്ഷം രൂപയും ഒക്കെ ഒരു സെമസ്റ്ററിന് മാത്രം കാശ് കാനഡയിലെ കോളേജിൽ അടച്ചിട്ട് കാനഡയിലേക്ക് വന്ന് പഠിക്കാൻ വരികയുണ്ടായി. ആ കാലയളവിൽ തന്നെ പല കുട്ടികളും ഫേക്കായിട്ടുള്ള പല സർട്ടിഫിക്കറ്റ്സും പല ഡോക്യുമെൻറ്റ്സും ഗവൺമെൻറ് മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടായിരുന്നു കാനഡ വന്നിട്ടുണ്ട്. എല്ലാവരും എന്നല്ല പറയുന്നത്, ചില ശതമാനം കുട്ടികൾ അങ്ങനെയും ചെയ്തു വന്നിട്ടുണ്ട്. അത് സ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളാണ് മിക്കവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാലങ്ങളൊക്കെ മുന്നോട്ട് പോയി ഗവൺമെൻറ്റിന് പല രീതിയിലുള്ള സംശയങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ 2023 ആയപ്പോഴത്തേക്ക് റൂൾസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തും വേറെ കുറേ രീതിയിൽ പല ആൾക്കാരും വരികയുണ്ടായി. അങ്ങനത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് IRCC കാനഡ ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിച്ചേക്കുന്നത്. അതായത് 50,000 സ്റ്റുഡൻസ് കാനഡയിലേക്ക് ലീഗലായിട്ട് പഠിക്കാൻ വേണ്ടി എത്തി. അവർ കാനഡയിൽ വന്ന് ലാൻഡ് ചെയ്തു. പക്ഷേ അതിനുശേഷം അവരെ കാണാനില്ല എന്നുള്ളതാണ്. അവരെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കാനഡ ഗവൺമെൻറ് പ്രസൻറ്റ് ഇല്ല. ഈ 50,000 സ്റ്റുഡൻസിൽ തന്നെ 20,000 പേര് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നാണ് ഞെട്ടിക്കുന്ന വിവരം. അതായത് 40% കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് വന്നവരെയാണ് മിസ്സിംഗ് അയക്കുന്നത്. മിസ്സിംഗ് എന്ന് പറയുമ്പോൾ അവർ കോളേജിൽ അഡ്മിഷൻ എടുത്തു, പക്ഷേ അവർ കോളേജിൽ ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യുകയുണ്ടായില്ല. അതിനുശേഷം അവർ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുകയും അതിൽ കുറച്ച് പേര് US-ലേക്ക് ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, മലയാളത്തിലെ ദുൽഖർ സൽമാൻ അഭിനയിച്ച CIA എന്ന മൂവി. അദ്ദേഹം മെക്സിക്കോയിലെത്തി അവിടെ നിന്ന് ഇല്ലീഗലായിട്ട് US-ലേക്ക് കടക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് തന്നെ. അതേപോലെ തന്നെ പലർക്കും US-ലേക്ക് കടക്കാനുള്ളൊരു എളുപ്പ മാർഗമായിട്ടാണ് അവർ കാനഡയെ കണ്ടിട്ടുള്ളത്. അങ്ങനെ അവർ കാനഡയിൽ ലാൻഡ് ചെയ്തു. കാനഡയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം അതിൽ തന്നെ കുറച്ച് ആൾക്കാർ US-ലേക്ക് ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്തു. US-ലെ അതിനുള്ള സഹായം ചെയ്യുന്ന ആൾക്കാരും ഉറപ്പായിട്ടും ഉണ്ടാവും, അല്ലാതെ അവർക്ക് അങ്ങനെ US-ലേക്ക് കടക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന എല്ലാ സ്ഥലത്തും ഫെൻസുകളുണ്ടാവും. മാത്രമല്ല പട്ടാളക്കാർ 24 മണിക്കൂറും ജാഗ്രതയോടെ ആരെങ്കിലും അതിർത്തി കടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പുണ്ടാവും. എന്നാൽ ഇതിന് വിപരീതമായി US-ഉം കാനഡയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന റോഡുകൾ വഴി പോകുന്ന സ്ഥലത്ത് മാത്രമേ CBPയുടെ ആൾക്കാരുള്ളൂ. CBP എന്ന് പറയുന്ന കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ആൾക്കാർ. അത് നമുക്ക് ലീഗലായിട്ട് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ബാക്കി എല്ലാ സ്ഥലത്തും ലാൻഡുകൾ തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. ആ സ്ഥലത്തല്ല ഫെൻസുകളോ അല്ലെങ്കിൽ 24 മണിക്കൂറും ജാഗ്രതയോട് നോക്കിയിരിക്കുന്ന പട്ടാളക്കാരോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കാനഡയിൽ നിന്ന് US-ലേക്ക് ഒരാൾക്ക് ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ചില സ്ഥലത്തൊക്കെ ചെറിയ രീതിയിലുള്ള പുഴകളും ഒക്കെയാണ് ഉള്ളത്. അതൊക്കെ നീന്തി കടന്നാലും പലർക്കും US-ലേക്ക് എത്താൻ പറ്റും. വൺസ് US-ൽ എത്തിക്കഴിഞ്ഞാൽ US-ൽ അവരെ സഹായിക്കുന്ന പലതരം ആൾക്കാരുണ്ട്. അവർക്ക് ജോലി കൊടുക്കുകയും, ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലൊരു ജോലി കൊടുക്കാൻ പറ്റത്തില്ല US-ൻ്റെ, പക്ഷേ അവർക്ക് ഇല്ലീഗലായിട്ട് ജോലി നേടാൻ പറ്റും. അവർ ജോലി ചെയ്യുന്ന ശമ്പളം അവർക്ക് ക്യാഷായിട്ട് കൊടുക്കുകയും ആ ക്യാഷ് അവർക്ക് ഇന്ത്യയിലേക്ക് അയക്കുകയും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇതിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ വേറെ ഉണ്ട്. അവർ കാനഡയിൽ ഇതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പേ റോളിലോ ഒന്നും ആയിരിക്കത്തില്ല അവർക്ക് ശമ്പളം വരുന്നത്. ക്യാഷായിട്ട് തന്നെ ഡോളേഴ്സ് അവർക്ക് കൊടുക്കുകയും ആ ഡോളേഴ്സ് തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. കാനഡയിൽ മിസ്സിംഗ് ആയിട്ടുള്ള 50,000 സ്റ്റുഡൻസിലെ 20,000 സ്റ്റുഡൻസോളം ഇന്ത്യക്കാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ 20,000 പേരും കൂടുതലും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുള്ളവരാണ്.
പക്ഷേ നമ്മളൊരു വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ അവർ പഞ്ചാബി ആയിക്കോട്ടെ, ഗുജറാത്തി ആയിക്കോട്ടെ, തമിഴനായിക്കോട്ടെ, തെലുങ്കനായിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, അതെല്ലാം ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്, ഇന്ത്യ എന്ന പേരിൽ. ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിലായിരിക്കും കാനഡ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് ഈ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും, വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം ഡോക്യുമെൻറ്റ്സ് അവർ കൂടുതൽ ചെക്ക് ചെയ്യും. അതായത് അവർ ഇവിടെ പഠിക്കുക തന്നെ ചെയ്തിട്ടുണ്ടോ, അതോ പഠിക്കാതെ നേരെ വേറെ ഏതെങ്കിലും ഇല്ലീഗലായിട്ട് ജോലി ചെയ്തിട്ടാണോ PR അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരിലും തന്നെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കാനഡ എന്ന രാജ്യത്ത് വളരെയധികം സ്വപ്നങ്ങൾ കണ്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിനെയും ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ കൂടാതെ ചൈനയിൽ നിന്നുള്ള 6%, ഫിലിപ്പീൻസിൽ നിന്നുള്ള 2%, ഇറാനിൽ നിന്നുള്ള 11%, റാണ്ടയിൽ നിന്നുള്ള 48% സ്റ്റുഡൻസുമാണ് കാനഡയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് അവർ കോളേജ് അറ്റൻഡ് ചെയ്യാതെ മിസ്സിംഗ് ആയിട്ടുള്ളത്. കാനഡയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അതിൽ മുഖ്യമായിട്ട് നാട്ടിലുള്ള ഏജൻസിയും ഇവിടുത്തെ കോളേജും നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതായത് നാട്ടിലെ ഏജൻസി കുട്ടികളോട് പറയും, നിങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കോളേജിൽ നിന്നുള്ള അഡ്മിഷൻ ലെറ്റർ തരാം, നിങ്ങൾ ആ ലെറ്ററും വെച്ചുകൊണ്ട് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ ഓഫർ ലെറ്റർ വെച്ച് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യും. കാനഡ ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് വിസ അപ്രൂവ് ആയി കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ആ വിദ്യാർത്ഥി കാനഡയിൽ വന്നതിന് ശേഷം ഒരു കമ്മീഷൻ കോളേജിലും കൊടുത്തതിന് ശേഷം അവർ കോളേജിൽ പഠിക്കാൻ കയറാതെ നേരെ ഇല്ലീഗലായിട്ട് ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം കേരളത്തിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് ഒരുവിധം എല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് വീട്ടിലെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാണും. എന്നാൽ പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുടെ അവസ്ഥ ഇതല്ല. അവർ വളരെ രീതിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പല ആൾക്കാരും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ രീതിയിൽ വരാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ്. വൺസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് നാട്ടിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ഇവിടെ കിട്ടുന്ന കാശ് മുഴുവൻ നാട്ടിലേക്ക് അയച്ച് അവിടെയുള്ള ഇന്ത്യയിലെ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ പല മാധ്യമങ്ങളിലും കേട്ടൊരു വാർത്തയാണ്, കാനഡയിൽ PR ഉള്ള പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിൽ നിന്നുള്ള ഒരാൾ നാട്ടിലുള്ള ഫേക്ക് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. അതായത് നാട്ടിലുള്ള ഒരാളുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ഫേക്കായിട്ടൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവരൊരുമിച്ച് കാനഡ വന്നതിന് ശേഷം അവർ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 പേർക്കും PR കാനഡ കിട്ടുകയും ചെയ്യും. ഇത് ഗവൺമെൻറ് നേരത്തെ മനസ്സിലാക്കി ഇതിനൊരു അന്ത്യമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനത്തെ ഫേക്കായിട്ടുള്ള കല്യാണങ്ങൾ നടത്തുന്നതിനെല്ലാം ഗവൺമെൻറ് പിടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അത് പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയ നോർത്ത് ഇന്ത്യയിലുള്ള പല ഏജൻസികളും കാനഡയിലേക്ക് കൊണ്ടുവരാൻ ഒരു മാർഗമായിട്ടാണ് ഇല്ലീഗലായിട്ട് ഒരു ഫേക്ക് ഓഫർ ലെറ്റർ ഉപയോഗിച്ച് കാനഡയിലേക്ക് പഠിക്കാൻ വരിക എന്നുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത്. ഞാനിത് പറയുമ്പോൾ കാനഡയിലെ എല്ലാ കോളേജും മോശമാണ് എന്നല്ല. എന്നാൽ വളരെ നിലവാരം കുറഞ്ഞ തീരെ മോശമായിട്ടുള്ള കോളേജുകൾ മാത്രമാണ് ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഫേക്ക് ഓഫർ ലെറ്ററൊക്കെ കൊടുത്ത് സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് കൊണ്ടുവരുന്നത്. വളരെയധികം സ്റ്റുഡൻസ് ഇല്ലീഗലായിട്ട് കാനഡയിൽ നിന്ന് US ക്രോസ് ചെയ്ത കൂട്ടത്തിൽ തന്നെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരെ സ്റ്റുഡൻസിനെ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആൾക്കാരെ പിടിക്കുകയുണ്ടായി. ഇത് ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് കാനഡയോട് വളരെ നിർബന്ധമായിട്ട് നിങ്ങളുടെ ബോർഡർ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലാത്ത പക്ഷം കാനഡയിൽ നിന്ന് US വരുന്ന എല്ലാ ഗുഡ്സിനും 25% ടാരിഫ് ഏർപ്പാടാക്കും എന്നും അദ്ദേഹം പറഞ്ഞു. US ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് കാനഡ US ബോർഡർ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പോലും കാനഡ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആൾക്കാർ US എത്തുന്ന തടയാൻ പറ്റുന്നില്ലെങ്കിൽ കാനഡ US 51st സ്റ്റേറ്റ് ആവാൻ നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം നല്ലതായിട്ട് ഭരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് US കൂടെ ചേരുക. അങ്ങനെ US കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ബോർഡർ എന്നുള്ള കാര്യമേ വരുന്നില്ല, ഒരു ആർട്ടിഫിഷ്യൽ ബോർഡറേ വരുന്നില്ല. US അതിന് തക്കതായ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യും. ഇങ്ങനെയുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഇല്ലീഗലായിട്ടുള്ള ക്രോസിംഗ് മൂലമാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ US കാനഡയും തമ്മിലുള്ള ഈ ബന്ധത്തിന് ഒരു ഉരസലുണ്ടായിരിക്കുന്നത്. അങ്ങനെ കാനഡ US ബന്ധം വഷളായിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയുണ്ടായി. ഈ വർഷം ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ലിബറൽ പാർട്ടി വീണ്ടും ഒരു വിജയിക്കാൻ വേണ്ടി ഒരു ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇമിഗ്രേഷൻ മിനിസ്റ്ററായിട്ടുള്ള മാർക്ക് മില്ലർ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഉള്ള റൂൾസുകൾ ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നാണ്. കാരണം അവർക്ക് വീണ്ടും അധികാരത്തിൽ കയറണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അവർ 3, 4, 5 വട്ടം വെരിഫൈ ചെയ്ത് മാത്രമേ മുന്നോട്ടൊരു തീരുമാനം എടുക്കുകയുള്ളൂ. ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കും തോറും നിയമങ്ങൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ. ഇപ്പം തന്നെ നമുക്കറിയാം
സ്റ്റുഡൻസിനകത്തൊരു ക്യാപ്പ് കൊണ്ടുവന്നു, സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അങ്ങനെ പലതരം നിയന്ത്രണങ്ങളും ഇപ്പോൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാവും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല കാനഡയിലെ കോളേജുകാരോടെല്ലാം എമിഗ്രേഷൻ മിനിസ്റ്റർ പറയുന്നത് സ്റ്റുഡൻസിൻ്റെ എല്ലാം വർഷത്തിൽ 2 വട്ടം അവർ അറ്റൻഡൻസ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം എന്നാണ്. ഇത് കൂടാതെ ഫുൾ ട്യൂഷൻ ഫീസ് മേടിച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാവൂ എന്നും കാനഡ ഗവൺമെൻറ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് റൂളോട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള പലരും ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങൾ കാരണം ശരിക്കും ഇവിടെ ജെനുവിനായിട്ട് കാനഡയിൽ വന്ന് പഠിക്കണം, ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രി നേടണം, ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ആപ്ലിക്കേഷനും ഇതുപോലെ വളരെ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ചെക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് അഡ്മിഷൻ കിട്ടുക. കാനഡ ഗവൺമെൻറ് ഒരു കാര്യം കൂടി ഇനി സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ പോകുന്നവരോടെല്ലാം പറയുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഏജൻസിയുടെ വാക്ക് വിശ്വസിച്ച് കാനഡയിലേക്ക് വരാതിരിക്കുക. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും ആ കോളേജിനെയും കുറിച്ച് വ്യക്തമായിട്ട് കാനഡയുടെ വെബ്സൈറ്റിൽ കയറി അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ആ റൂൾസും എല്ലാം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം 100% ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കാനഡയിലേക്ക് വരിക. ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ചില കുട്ടികൾ ചെയ്തിട്ടുള്ള ഫ്രോഡുലൻസ് ആക്ടിവിറ്റീസ് കാരണം അഫക്റ്റ് ചെയ്തേക്കുന്ന ഇന്ത്യ മുഴുവനാണ്. അതുകൂടാതെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴിതാ US-ഉം കാനഡയും തമ്മിലും പ്രശ്നങ്ങളുണ്ടാകും. കാനഡയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഇൻഫർമേഷനും എല്ലാമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.